കൊച്ചി ഇടപ്പള്ളി അല്ലമീൻ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ രാവിലെ മുതൽ കാണാനില്ലെന്നാണ് പരാതി. കൊച്ചി കടവന്ത്ര SS വില്ലയിലെ മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. എളമക്കര പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരത്തുള്ള ബന്ധുവീട്ടിലേക്ക് കുട്ടി പോയെന്നാണ് സംശയം. വിവരങ്ങളുമായി KM ഉമേഷ് ഉണ്ട്. ഉമേഷ്, എപ്പോഴാണ് ഈ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്? മാത്രമല്ല, ഈ ബന്ധുവീട്ടിലേക്ക് പോയെന്നൊരു സംശയം കൂടി ഉണ്ടല്ലോ. വർഷം ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. ഈ കൊച്ചുകടവന്ത്ര താമസിക്കുന്ന SS വില്ലയിൽ മുഹമ്മദ് ഷിഫാനെയാണ് ഇന്നലെ കാണാതായത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ കുട്ടി കൊച്ചി എടപ്പള്ളി അല്ലമീൻ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് സ്കൂളിൽ പരീക്ഷ വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. റീടെസ്റ്റ് ആ തരത്തിൽ എന്തോ ഒരു പരീക്ഷ അവിടെ വെച്ചിരുന്നു. അത് എഴുതാനായാണ് ഈ കുട്ടി പോയത്. പരീക്ഷ എഴുതി അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിലടക്കം അന്വേഷിച്ചു. പക്ഷേ സ്കൂൾ അധികൃതർക്ക് മറ്റു വിവരങ്ങളില്ല. കുട്ടി വന്ന് പരീക്ഷ എഴുതി സാധാരണ പോകും പോലെ പോയി എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഈ സമയം വരെയും കുട്ടി എവിടെയാണ് എന്ന് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. കുട്ടി പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ മാതാപിതാക്കൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പക്ഷേ കാര്യമായ അവിടെയൊന്നും ഇല്ല എന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. കൊച്ചി എളമക്കര പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇതിനിടയിൽ തിരുവനന്തപുരത്തുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് കുട്ടി പോയിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ട്. അക്കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. അത് പോലീസ് അന്വേഷിക്കുകയാണ്. ഏതായാലും സ്കൂളിൽ എത്തിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പരീക്ഷയും എഴുതിയിട്ടുണ്ട്. ആ പരീക്ഷ എഴുതിയതിനു ശേഷം കുട്ടി എങ്ങോട്ട് പോയി എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൽ നിന്ന് തുടങ്ങി വിവിധ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് എളമക്കര പോലീസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും നിർണായക ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നോ ഉമേഷ്? ആ തരത്തിൽ പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഇങ്ങനെയൊരു പരാതി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ ഉള്ള എപ്പോഴാണ് ഈ കുട്ടി സ്കൂളിൽ നിന്ന് പോയത് ആ സമയം മുതലുള്ള CCTV ദൃശ്യങ്ങൾ ഓരോന്നായി പോലീസ് ശേഖരിച്ചു വരികയാണ്. പോലീസിന് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടർന്നു വരികയാണ്. ശരി, KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചാണ് അന്വേഷണം. ആ നിലയിൽ ഇനി കുട്ടി ബന്ധുവീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്.